നല്ല മഴ കേട്ടോ. നല്ല മഴയത്ത് നമുക്കൊരു കാര്യം ചെയ്താലോ, കമ്പം വരെ ഒന്ന് പോയിട്ട് വരാം. നമുക്ക് മഴയാ, തമിഴ്നാട്ടിൽ മഴയാണോന്ന് അറിയത്തില്ലല്ലോ. തമിഴ്നാട്ടിൽ മഴയാ, കണ്ടില്ലേ? നല്ല അടിപൊളി മഴയാ പെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് അങ്ങോട്ട് വരെ മഞ്ഞ്. അതെ, 2 മാസത്തിന് ശേഷം നമ്മള് ചന്തക്ക് പോവാ. അച്ചമ്മച്ചി വന്നോണ്ടേ അച്ചമ്മച്ചിയും കൂട്ടി വന്ന് ചന്തയ്ക്ക് പോവാ. അച്ചമ്മച്ചി ഒത്തിരി നാളായി കമ്പം പോയി ചന്ത കണ്ടിട്ടുണ്ടോ? അതെ, നമ്മളും പിന്നെ പോയേ ഇല്ലല്ലോ. ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങള് പോയില്ലല്ലോ. നമ്മൾ അന്ന് പോയില്ല. ഇനിയിപ്പോ ഇതിനെല്ലാം വേറൊരു കാര്യങ്ങളുണ്ട്. പുതിയ ഫ്രിഡ്ജ് നിറയാൻ പച്ചക്കറി കയറ്റണമെന്നും പറഞ്ഞു. ഫ്രിഡ്ജ് കാലിയായിട്ടിരിക്കും. എന്നാ പിന്നെ അതിനകത്തെ കുറച്ച് സാധനം വാങ്ങിച്ചു വെക്കാം. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാന്ന് അറിയത്തില്ല. എന്നാന്നറിയോ, നാളെ കഴിഞ്ഞ് പൊങ്കലാ. അയ്യോ, അതുകൊണ്ട് ഭയങ്കര തിരക്കുമായി. അതുകൊണ്ട് തിരക്കുമായിരിക്കും, വിലയും കൂടുതലായിരിക്കും എന്നൊരു സംശയം ഉണ്ട്. ഏതായാലും പോയി നോക്കാം. ഇതുകൊണ്ടോ വഴിയെല്ലാം പോയി കേട്ടോ. ശരിയാ കേട്ടോ. വേറൊരു പ്രശ്നം വരുന്നുണ്ട് കേട്ടോ, നമ്മളെ ബാധിക്കും അത്. എന്നാ? ഈ വഴി 15-ാം തീയതിയോ 20-ാം തീയതിയോ അങ്ങാണ്ട് പോലെ വഴി അടയ്ക്കുക ഫുള്ള്. ഒരു മാസത്തേക്കെന്നൊക്കെയാ പറഞ്ഞത്. പണിയാനോ? പണിയാൻ വേണ്ടിട്ട്. വീതി കൂട്ടുവോ അതോ? ഏനാണ് ഇവിടുത്തെ വഴിയെല്ലാം പോയി കിടക്കുന്നതെല്ലാം നന്നാക്കാനായിട്ട് ഒരു മാസത്തേക്ക് ഇവര് റോഡ് ക്ലോസ് ചെയ്യുവാന്ന് പറഞ്ഞു. ഒരു മാസം റോഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നമ്മളിനി കമ്പം പോണെങ്കിൽ അന്നേരം കുമളി വഴിയൊക്കെ കറങ്ങി പോകേണ്ടി വരും. അതെല്ലാം വിഷയമാ. പക്ഷേ ഒരു കാര്യമാണേ, ഇത് ക്ലോസ് കുറങ്ങിയിരിക്കുന്നത് കണ്ടോ, വരുന്നുണ്ട് കേട്ടോ. അമ്മമാർക്കൊന്നും കഴിക്കാനൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാ അമ്മയും കുഞ്ഞും. അപ്പൊ മഴ നനഞ്ഞ് പോയി നോക്കാല്ലേ? പോയി നോക്കാം. ഇന്നലെ എന്താ അമ്മച്ചിക്ക് ഈ 70 വയസ്സ് കഴിഞ്ഞപ്പോ മുതൽ ചെറിയ ഓർമ്മപ്പശ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓർമ്മപ്പശയൊക്കെ പണ്ട് വന്നതൊക്കെ പോയതായിരുന്നു. ഇപ്പൊ പിന്നെ വരുന്നുണ്ടോ? ഈ പ്രായത്തിൽ എത്തുമ്പോ അറിയാം. അല്ല ശരിയാന്നേ, പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും പറഞ്ഞു. ഇപ്പൊ പച്ച ഇരുന്നോണ്ട് ചിരിച്ചോ. ഞങ്ങളെ പോലുള്ള പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നോക്കും. PTA പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് കുഞ്ഞിന്റെ PTA ആയിരുന്നു. ഞാനും നീ കൂടെ അല്ലേ പോയത്? ടീച്ചർ എന്നാ പറഞ്ഞേ? ടീച്ചർ പറഞ്ഞതൊക്കെ പറയണോ കുഞ്ഞി? എന്തിനാന്നോ? കുഞ്ഞി ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാന്ന് പറഞ്ഞോ? അതെ, കുഞ്ഞിന്റെ കൂട്ടുകാർക്ക് മാർക്കുണ്ടെങ്കിൽ കുഞ്ഞിക്കും മതി, അവന്മാർക്കുള്ളത്ര എനിക്കും മതി. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞങ്ങൾക്കറിയാലോ കുഞ്ഞേതായാലും എല്ലാം കാണിച്ച് പിള്ളേരെ കൊടുക്കുന്ന. ഇവന്മാരെല്ലാം ഒറ്റ ഗ്യാങ് ആന്നാ പറഞ്ഞത്, വൻശക്തിയാന്നാ പറഞ്ഞേ. അപ്പൊ കുഞ്ഞിക്ക് നല്ലപോലെ പഠിക്കണമെന്നൊക്കെ കൊണ്ട് പഠിക്കുകയും ചെയ്യും, നല്ല കഴിവുമുണ്ട്. പിന്നെ മറ്റ് കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഒരു ശകലം കൂടുതലാന്നൊക്കെ പറഞ്ഞു. അതിനും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം, ടീച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്തോളാം എന്നൊക്കെയാ പറഞ്ഞത്. ഞങ്ങളുടെ ക്ലാസ്സിനെ പറ്റി നല്ല പുകഴ്ത്തി പറഞ്ഞിട്ടാ പോയത്. ഞങ്ങള് കുഞ്ഞിയും ടീച്ചറിനെയും വിശ്വസിക്കുവാ കേട്ടോ. ഇവിടെ ഉണ്ടോ നല്ല കുഞ്ഞിയുടെ കൂട്ടുകാർക്ക് മാർക്കില്ല, കുഞ്ഞ് പുറകോട്ട് പോകുമെന്നാ. ഇല്ല, കുഞ്ഞി പുറകോട്ടൊന്നും പോകത്തില്ല, കുഞ്ഞി മുന്നോട്ട് തന്നെ. ഈ മഴയത്ത് നമ്മൾ താഴെ ചെന്നിട്ട് എന്നാ ചെയ്യും? താഴെ മഴയാണോ? മഴയാ ന്യൂനമർദ്ദം കയറിയതാന്നാ പറഞ്ഞത്. എന്നാലും കറക്റ്റ് നമ്മൾ പിന്നെ തോട്ടത്തിലെ പണിയെല്ലാം തീർത്ത് മണ്ണ് വിട്ട് മുള്ളും എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേട്ടോ മഴ. ഏലത്തിന് മാത്രം നല്ലതായി മഴയല്ലേ. ഈ റോഡ് പണി വരുമ്പോഴേ റോഡ് പണി വരുമ്പോഴേ ഇത് ക്ലോസ് ചെയ്യാതെ ഒരു സൈഡ് തുറന്ന് അങ്ങനെ പണിയാൻ പറ്റത്തില്ലേ? അതില്ല, അങ്ങനെ വണ്ടിയെല്ലാം മൊത്തം ബ്ലോക്ക് ആവും. അതുകൊണ്ട് അവര് ഫുള്ള് ഇതുപോലെ വലിയ ലോറികളെ അതുപോലെ ടോറസ് 10 വീലും 12 വീലും ഒക്കെ കയറി വരുന്ന. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വണ്ടികളെല്ലാം ബ്ലോക്ക് ആവും. എല്ലാ സാധനങ്ങൾക്കും വില കൂടുമായിരിക്കും നമുക്ക് കേരളത്തിലോട്ടുള്ള അല്ലേ? ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് വരുന്ന എംസാൻഡ് വീസാൻഡ് എല്ലാ സാധനവും ഇനി കുമളി വഴിയൊക്കെ കറങ്ങി വരുമ്പോഴേക്കും കുമളി വഴിയേ വരത്തുള്ളൂ. കുമളി വഴി വരുമ്പോ ഇതിലേ വരുന്നതിൽ ഒരു 30 കിലോമീറ്ററോടെ വണ്ടി കൂടുതൽ എക്സ്ട്രാ ഓടണം. 30 ഏതാണ്ട് ഒരു 10-40 കിലോമീറ്റർ കൂടുതൽ. സാധനം ഇറക്കി ഇടുവോ? മഴയാണെങ്കിൽ ഇറക്കിയിടേണ്ട ആവശ്യമില്ല. മൊത്തം നമ്മൾ വന്നപ്പോ ചോളമല്ലായിരുന്നു, അത് മൊത്തം എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. എന്റെ ഇപ്പൊ അടുത്ത കൃഷിക്കുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ കുറെ സ്ഥലങ്ങളൊക്കെ ഒരുക്കി കേട്ടോ. ബാക്കിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് പെട്ടെന്നല്ലേ എല്ലാം കഴിഞ്ഞു, അടുത്ത കൃഷിയായി. ഇത് കണ്ടോ, പണിക്കാര് വണ്ടികളെല്ലാം കറക്റ്റ് എല്ലാം വന്ന് ആൾക്കാരെ കൊണ്ട് തിരിച്ചു പൊക്കോണ്ടിരിക്കുക. ട്രെയിൻ പോകുന്ന പോലെ പോവുക.
ഈ പണിക്കാരൂടെ വന്നില്ലെങ്കിൽ നമ്മുടെ ഏലത്തിന്റെ വിളവെടുപ്പൊക്കെ എങ്ങനെ നടക്കും അല്ലേ? അയ്യോ അതെ, ഒരു ഇവിടെയുള്ള മാസം ആളുകളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റിയല്ല. ഇല്ല, ഒരു മാസമൊക്കെ ഇല്ല അവര് വരാതിരുന്നാലേ എല്ലാ പണിയും പെൻഡിങ് ആവും. ഇഷ്ടംപോലെ വണ്ടികളാ പോകുന്നത്, എല്ലാം പണിക്കാരെ കൊണ്ട് വന്നിട്ട് പോകുന്നതാണ്. ഒരു 2 മണിയാകുമ്പോ തൊട്ടേ ഇതുപോലെ വണ്ടികൾ പൊക്കോണ്ടേയിരിക്കും. നമ്മള് കമ്പത്ത് ടൗണിലേക്ക് എത്തി. പക്ഷെ കമ്പത്ത് ടൗണില് മഴ കുറവാ കേട്ടോ. മഴയുണ്ട്, കഴിഞ്ഞു. മഴ കഴിഞ്ഞു, പെയ്ത് മാറിയതാ. എല്ലായിടത്തും നാളെ കഴിഞ്ഞ് പൊങ്കലായതുകൊണ്ടേ കരിമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മറ്റേ സാധനത്തിന്റെ പേരായിരുന്നു ചെറുകൂട. എല്ലാ വണ്ടിയിലും സൈക്കിളെ കൊണ്ടുപോകുന്നുണ്ടോ? കെട്ടായിട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് പൊങ്കലിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനങ്ങളായതല്ലേ. അതെ 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 അതെ. ഏതായാലും കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോ നമ്മൾ അന്ന് വന്നത് പൊങ്കലിന്റെ അന്നായിരുന്നു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം കടയിലെല്ലാം ഇരിക്കുന്ന കരിമ്പ് ഇഷ്ടം പോലെ എല്ലാ വണ്ടിയിലും കെട്ടി. വണ്ടിയെല്ലാം കെട്ടി വെക്കും, വീടിന്റെ വാതിക്കലും എല്ലാം വെക്കും. അതുകൊണ്ടോ ഈ ആ ഇടത്തെ സൈഡിൽ കണ്ടോ കുഞ്ഞ, അത് കണ്ടോ സൈക്കിളുകാരൻ പോകുന്നതിന് മുന്നിലായിട്ട് നാടൻ കോഴി വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി കണ്ടോ, നല്ല തിരക്കാൻ തോന്നുന്നു. കണ്ടോ നാടൻ കോഴി ഇരിക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ കോഴി കണ്ടോ. അല്ല, ഇത് ഭയങ്കര വിലയാ ആവുള്ളൂ. ഇവിടെ കോഴിക്ക് ഭയങ്കര വിലയാ. അതെ, ഇത് ഒറിജിനൽ നാട്ടുകോഴി തന്നെയല്ലേ, അതുകൊണ്ട് കത്തിയുണ്ട് അവിടെ ഇഷ്ടം പോലെ. നമുക്ക് 2 കുഞ്ഞിക്കത്തി മേടിക്കായിരുന്നല്ലേ. ഈ മഴയാണെന്ന് പറഞ്ഞാലും ചന്തയെ തിരക്കാൻ തോന്നുന്നു കേട്ടോ. നല്ലേ പൊങ്കലിന്റെ തിരക്കായിരിക്കും, നോക്കാൻ തോന്നുന്നു. മഴയത്ത് തലയണ വിൽക്കാൻ പറ്റിയ തലയണ അത് 120 രൂപ ഒരെണ്ണം. 120 രൂപ സ്പോഞ്ചാണ്. ഏത് സാധനം ഉണ്ട് കിട്ടാൻ. ചെറിയ ബെഡ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ. ചന്തന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മളെ ഇട്ടിട്ട് ഇറങ്ങി ഒറ്റ വിടിയിലായിരുന്നു രണ്ടുപേരും. ഇറങ്ങി നിൽക്കാൻ കാണുന്നില്ല. ചന്തക്കകത്ത് പോയി നോക്കാം. നല്ല നല്ല മല്ലിച്ചപ്പ ഇതാണോ, നല്ല അടിപൊളി പേരക്കപ്പഴം ഇരിക്കുന്നുണ്ടോ, സൂപ്പർ പേരക്ക. ഇത് കണ്ടോ, ചക്കപ്പഴം കണ്ടോ, ചക്കപ്പഴം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചക്കപ്പഴം ഒക്കെ ഇഷ്ടം പോലെ, നല്ല അടിപൊളി ചക്കപ്പഴം. ചക്കപ്പഴത്തിന് നല്ല മണം അല്ലേ. ഇവിടെ ചക്കപ്പഴം വേണോ, മണം അടിച്ചിട്ട് അങ്ങ് നിക്കാൻ വയ്യല്ലേ. ഞാൻ വേറെ സാധനം വാങ്ങിച്ചായിരുന്നു. ഇത് കണ്ടോ, ഇത് കണ്ടോ കുഞ്ഞി, 10 രൂപ. നല്ല അടിപൊളി മല്ലി എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഭയങ്കര തിരക്കാവട്ടോ. നല്ല അടിപൊളി ഉള്ളിയുണ്ട്. ഇത് നോക്കിയാൽ ഇത് കണ്ടോ, നല്ല സെറ്റപ്പ് ഉള്ളിയാ കേട്ടോ. ആണോ ഉള്ളി എന്നാ വിലയാണോ? കിലോ 50 രൂപ. 1 കിലോ 50 രൂപ. ക്യാരറ്റ് 1 കിലോ 40 കേട്ടോ. 50 രൂപയ്ക്കാ. ശരി പോട്ട് വിട്. 30 രൂപയാ ഒന്ന്. ഇത് കുഴപ്പമില്ല, നല്ല ഫ്ലവറാ. ഒരെണ്ണം എടുക്കാല്ലേ. 30. പാവയ്ക്ക വേണോ? പാവയ്ക്ക എന്നാ വേണ്ടേ? പാവയ്ക്ക ഒരെണ്ണം എടുക്കാം. അത് മതിയോ? ഇതാണോ നല്ലതല്ലേ. എല്ലാം പച്ചക്കറി എല്ലാം നല്ല അടിപൊളി ഫ്രഷ് ആകും. അതെ, നല്ല പച്ചക്കറികള്. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു 20. കുഴപ്പമില്ലേ. ഒരെണ്ണം കൂടെ മേടിക്കാം. ഇത് മതി, എന്നാ ഇത് മതി. ഇത് കൊടുങ്ങ 40 രൂപ. ഇത് 20 അല്ലേ. മേടിച്ചു വെച്ചാ നല്ലതാണ്. വെണ്ടയ്ക്ക 40 രൂപ. ചെറിയ പാവയ്ക്ക ഉണ്ട് കേട്ടോ, അത് കൂടെ വാങ്ങിച്ചിട്ടുണ്ടേ. കളിക്കാൻ കണ്ടപ്പോഴത്തേക്കിനുവേ അതിന്റെ മേളിലോട്ട് വലിഞ്ഞു കയറി വീണേക്കോ കേട്ടോ. ഇത് തന്നെ 2 ടൈപ്പ് ഇരിക്കുന്നുണ്ടോ. വയലറ്റ് കളറുള്ളതും പിന്നെ വെള്ള കളറുള്ളതും. ക്യാബേജ് ഉള്ളി ഇവിടുന്ന് വാങ്ങിക്കാം. ഉള്ളി ഇവിടെ ഉണ്ട്, അവിടെ നിന്നെല്ലാം വാങ്ങിച്ചു കേട്ടോ. ഈ 8 ചക്കച്ചോള നല്ല ഒന്നാം തരം ചക്ക, വരിക്കച്ചക്ക പഴവാ. കൊതി കാരണം 50 രൂപയ്ക്ക് വാങ്ങിച്ചു. 7 പീസിന് 50 രൂപ. നമ്മുടെ ആയില്ല, പക്ഷെ നല്ല സൂപ്പറും ചോള കേട്ടോ. പക്ഷെ 7 പീസ് 50 രൂപ എന്ന് പറഞ്ഞു. പക്ഷെ കൊതി കാരണം എങ്ങനെയുണ്ട്? അതിലേ പോകാൻ പറ്റത്തില്ല, എന്റെ മണം കാരണം. സൂപ്പറല്ലേ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് പരിപാടി?
മാർക്കറ്റ് പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു എന്നാടേലും. നല്ല തിരക്കുമായിരുന്നു, ഇഷ്ടം പോലെ സാധനം ആ ഉണ്ടായിരുന്നു. സാധനം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, എല്ലാം എല്ലാ സാധനവും എല്ലാം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം മഴ നല്ലപോലെ പക്ഷെ ഒരു കിട്ടിയോണ്ടേ കാര്യമുണ്ട്, പൊങ്കല് കാരണമായിരിക്കും ഇത്രയും വില, ഇത്രയും ആൾക്കാരുടെ തിരക്ക്. തിരക്കും അതെ, വിലയും കൂടുതലാ. വില ഇച്ചിരി കൂടുതൽ. 7 ചക്കച്ചുളക്ക് 50 സാധനം രൂപ. എല്ലാം നല്ലതാ. അവിടെ ചക്ക ഇഷ്ടം പോലെ വെറുതെ പോകുമ്പോഴേ ആർക്കും ഒരു ആർക്കും വേണ്ട. വിലയില്ലായിരുന്നു. അപ്പൊ ഇത് 7 ചക്കച്ചുളക്ക് 50 രൂപ. പക്ഷെ അടിപൊളി ചക്കപ്പഴമായിരുന്നു കേട്ടോ. സൂപ്പർ അതെല്ലാം മനുഷ്യർ എന്നാ വിലയാന്ന് പറഞ്ഞാൽ ഇത് മേടിക്കുന്നത്. മേടിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് അല്ലേ? അവിടെ അതുകൊണ്ട് ആൾക്കാർ ക്യൂ ആണേ ആ, ഈ ചക്ക വെട്ടുന്നിടത്ത് കണ്ടോ. ആ, ആ, അവിടെ ആ കൊടയുടെ കീഴേ കണ്ടോ കുഞ്ഞി, ഉം. ആൾക്കാർ ക്യൂ നിന്നാ വാങ്ങിക്കുന്നത് അവിടുന്ന്. 50 രൂപ ഒന്നും ഒരു വിഷയമേ അല്ല. രാവിലെ തുടങ്ങുന്നല്ലേ. ആ. ഈ തമിഴ്ക്കാർക്ക് ഫ്രൂട്ട്സിന് വില കൊടുക്കുന്നതിന് അവർക്ക് ഒരു മടിയില്ല. അവർ ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് പോകും. കപ്പളങ്ങാപ്പഴം ഒക്കെ ആണേലും നമ്മളവിടെ പഴുത്ത് വീണ് പോവല്ലേ ഉള്ളൂ. അണ്ണാനും കിളിക്കുള്ള ആ ഇവിടെ കണ്ടില്ലേ എന്തേലും കപ്പളങ്ങാപ്പഴം ഒക്കെ ഉണ്ടോ വെച്ചേക്കുന്നത്. നല്ല തിരക്കുവാ കേട്ടോ. ഏത്തപ്പഴത്തിന് വിലക്കുറവാണ്. ഇനി എന്നാ കുഞ്ഞിക്ക് ചിക്കൻ വേണോ? ചിക്കൻ മേടിച്ചേക്കാം. ചിക്കൻ വേണോ? രാത്രിയായില്ല നമുക്ക് ഇവിടെ കയറി ഓരോ ബിരിയാണി കഴിക്കാം. നമുക്കുള്ള പച്ചക്കറി ആയില്ല, കുഞ്ഞിക്കുള്ള ചിക്കനും മുട്ടയൊക്കെ പോരട്ടെ എന്ന്. അങ്ങനെ ചിക്കനും മുട്ടയും മാത്രം തീറ്റി പഠിപ്പിക്കണ്ട, പച്ചക്കറി നന്നായിട്ട് തീറ്റി പഠിപ്പിക്കണം. പച്ചക്കറി ഒക്കെ കഴിച്ചോളൂ, അത്യാവശ്യം കഴിക്കുന്നുണ്ട്. മഴ 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 പെയ്യാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് മഴയായിരിക്കും. മഴയായിരിക്കും. ഇവിടെ ഇച്ചിരി തെളിഞ്ഞു. മേളി നല്ല മഴയായിരുന്നല്ലോ നമ്മൾ ഇറങ്ങി പോന്നപ്പം തന്നെ. അതെ കുഞ്ഞി, ആ ലോറി പോകുന്നുണ്ടോ ഇങ്ങനെ സാധനം ഇറക്കാനായിട്ട്? എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിലോട്ട് നമ്മളും സാധനങ്ങളൊക്കെ ആയിട്ട് വരുമായിരുന്നു. അപ്പൊ ചിലപ്പോ ഉണ്ടല്ലോ ഇതുപോലെ കൊണ്ടുപോയി ഇങ്ങനെ ഓരോരോ കടകളിൽ ഇറക്കേണ്ടി വരും. അങ്ങനെ പോകുന്നതിന് എന്നാ പറയുന്നതെന്ന് അറിയാവോ? പറ വയ്ക്കുക എന്ന് പറയും. പറ വയ്ക്കുക. പറ നമ്മൾ ഓരോ സ്ഥലത്ത് ആനയെ കൊണ്ട് പറ എടുത്തെടുത്തെടുത്ത് പോവല്ല അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളിങ്ങനെ കളിയാക്കി പറയുന്നതല്ല, ഞങ്ങളിങ്ങനെ പറയും ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നില്ല ഓർഡർ ഇറക്കിച്ചെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പം പറയും ഓ ഇന്ന് പറവയിപ്പാരെന്ന് പറഞ്ഞാൽ ഒരു 50 കട ഇറക്കാൻ കാണും. ഇങ്ങനെ കൊണ്ടു നടക്കുവാ. ഇവിടെ ഒരെണ്ണം ഇറക്കി, ഇത് ആ കട ഒരെണ്ണം ഇറക്കി, അതിനപ്പുറത്തെ കടയെ കുറച്ച് ചാക്കിറക്കി അങ്ങനെ കൊണ്ടുപോയി അനാദി കയറ്റിക്കൊണ്ടുപോയി. അനാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾ അത് കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഓരോ ഒരു കടയിൽ തന്നെ ആയിരിക്കില്ല ഇറക്കുന്നത്, പല പല കടകളിലായിരിക്കും. മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിൽ ഒരിടത്ത് ഇറക്കിയാൽ മതിയായി. ഇത് ചിലപ്പം 3, 4 ഡെലിവറി ഒക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. ഈ 3, 4 പറയുന്നിടത്ത് ചിലപ്പം ഒരു 10 കിലോ ഒക്കെ ഇറക്കേണ്ടി വരും. രാവിലെ തുടങ്ങുന്നതല്ലേ ഇതിനകത്തൂടെ ഓരോ പരിപാടി. ഒരിടത്ത് തന്നെ ഇറക്കുന്നെങ്കിൽ കുഴപ്പമില്ല, അവിടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇറക്കി കഴിയുന്നത്ര സമയം കിട്ടും അല്ലേ. ഇത് പല കടകളിലേക്കുള്ള സാധനങ്ങൾ ഒന്നിച്ച് കയറ്റും. എന്നിട്ട് നമ്മൾ ഓരോരോ കടകളിൽ ലോഡിങ്ങാരിങ്ങനെ ഓരോ സ്ഥലത്തുമായിട്ട് കൊണ്ടുവരണം. നമ്മളെ ചന്തയിലൊക്കെ പോയിട്ട് വന്ന വഴിക്ക് കുറച്ച് കാട വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇപ്പൊ വൈകുന്നേരം നമുക്ക് കാട ഫ്രൈ ഉണ്ടാക്കാം. ഉണ്ടാക്കിയേക്കാം. കാട ഫ്രൈ ഉണ്ടാക്കാൻ ഇതെല്ലാം പെരട്ടി വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ. എനിക്ക് ഹോംവർക്ക് ചെയ്യാനും അമ്മയ്ക്ക് ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി പച്ചക്കറി പെറുക്കി വെക്കാൻ കിടപ്പില്ലേ കൊണ്ടുവന്നത് മുഴുവനും. പെറുക്കി വെക്കാൻ വേണ്ടി മാത്രം, അത് കാണാൻ വേണ്ടി മാത്രം മേടിച്ച പച്ചക്കറി പോലെയാ ഫ്രിഡ്ജ് മേടിച്ചോണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പം ഒത്തിരി ആയില്ലായിരുന്നു ചന്തക്ക് പോയിട്ട്. അത് നമ്മുടെ വണ്ടിക്ക് പരിക്ക് പറ്റി കിടക്കുന്നോണ്ട് നമ്മളിപ്പോ അധികം അങ്ങോട്ട് യാത്ര ചെയ്യില്ലല്ലോ. ഇനി വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ മേടിയിലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഇതിപ്പോ നമുക്ക് 1.5 മാസത്തിനുള്ളതുണ്ട്. ഇനിയിപ്പോ അത് കഴിഞ്ഞ് പോയാ മതി. മല്ലിയില മാത്രം കുറവാ. മല്ലിയില ഉണ്ടോ? എന്നാ നല്ല മല്ലിയില ഇപ്രാവശ്യം ഇച്ചിരി മേടിക്കണ്ടായിരുന്നു അല്ലേ? ഒരു കെട്ടൂടെ 10 രൂപയുടെ, അത് 20 രൂപയുടെ വാങ്ങിക്കേണ്ടതായിരുന്നു. അപ്പൊ കാട ഫ്രൈക്ക് ഉള്ളതല്ല ഇതേ എടുത്തു വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. കുരുമുളക് ഇതിനകത്ത് ഇട്ട് വെച്ചു, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില, ഇനി വറ്റൽമുളക് പൊടി എടുക്കണം, ഉപ്പ്, മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇനി നമുക്ക് ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കാം. കൈവച്ച് നല്ലപോലെ തേച്ചേ പിടിപ്പിച്ചിട്ട് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ എണ്ണ തിളച്ചു. ഇതിനകത്തോട്ട് കാട ഫ്രൈ ചെയ്യാൻ ഇടാൻ തുടങ്ങും. ഇട്ടേക്കാം. ഇപ്പൊ പറയണോന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. നീ പറയണ്ട, അറിയാലോ. മനസ്സിലായി, ഇതുകൊണ്ട് പറയണ്ട. എന്നതായിരിക്കും കുഞ്ഞി
നമുക്ക് ചേട്ടാച്ചനെ ആ. ഈ ഇത് കത്രിക്ക കൊണ്ട് എന്തോ ഉണ്ടാക്കി തരാൻ നമ്മളോട് കുറെ നാളായില്ലേ പറയുന്നുണ്ട്. ഇത്തവണ അവനെ കൊണ്ട് ഉണ്ടാക്കിക്കണം. കുറെ ഉണ്ട് വാങ്ങിച്ചത്. കണ്ടോ ചപ്പാത്തി പൊങ്ങുന്ന പോലെ പൊങ്ങുന്നുണ്ടോ? ഒത്തിരി ദിവസം ആയില്ലായിരുന്നു കുഞ്ഞി ചമ്മച്ചയുടെ ദോശ കഴിച്ചിട്ട്. അതെ അതെ. ഇനി അടുത്തും കൂടെ വെച്ചേക്കാം. നീണ്ടു പോകുമെന്നറിയത്തില്ല. കല്ല് നമ്മുടെ കാട ഫ്രൈ റെഡിയാവുന്നു. രണ്ടാം സെറ്റ് അല്ലേ ഇട്ടേക്കുന്നേ? ആ പൊങ്ങി വന്നു. മുമ്പ് ഇതിലും പൊങ്ങിയായിരുന്നല്ലേ? ഇങ്ങനെ ദോശ ഇടുക ആരയില്ല. ഇതും പൊങ്ങി വന്നല്ലോ ചമ്മച്ചി. ഇങ്ങനെ ഇച്ചിരി നേരം വന്നൊന്നുമില്ല ചുട്ടെടുക്കാൻ. നല്ല ചപ്പാത്തി പോലെ പൊങ്ങും ഗോതമ്പ് ദോശ. ചൂട് ചപ്പാത്തി. ചപ്പാത്തി അല്ലേ വിശ്വസിക്കും. പിന്നെ ചപ്പാത്തിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് വിശ്വസിക്കും. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി കിടത്തില്ല. ഇത് ദോശ. ഇതാണ് ഗോതമ്പ് ദോശ. അടിപൊളി സാധനമാണ്. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഗോതമ്പ് ദോശ അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ ഇതുവരെ ആരും ഉണ്ടാക്കുന്നില്ല. ഒത്തിരി ദിവസമായില്ലേ, അതുകൊണ്ട് ഇതിന് കാട ഫ്രൈയും. ഇതെന്താ പോപ്പിക്ക് തലവേദന എടുത്തിട്ട് ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ. എന്നാന്നറിയോ? വഴുതനങ്ങ മസാലക്കറി. നല്ല ചപ്പാത്തിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആട്ടോ. എന്നോട് ചപ്പാത്തി അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി പോലെ ഉണ്ടാക്കി ചപ്പാത്തിയുടെ അനിയനല്ലേ ബോള് പോലെ. കാട ഫ്രൈ കഴിച്ചു നോക്കിയേ. അത് ഞാൻ കഴിച്ചോളാം. അതെ, എങ്ങനുണ്ട് കാട ഫ്രൈയുടെ മസാല? എങ്ങനുണ്ട്? ഒരു തമിഴ്നാട് ടേസ്റ്റ്. നമ്മൾ എന്നെ ഉണ്ടാക്കി കൊടുത്താലും പറയാം തമിഴ്നാട് ടേസ്റ്റ് ആണ്. എന്നെ ഇടപാടാ. തമിഴ്നാട്ടിലെ കാടയായി. അതുകൊണ്ടല്ല, അതിനറിയാം നമ്മൾ ഈ അവിടുന്ന് മസാലയൊക്കെ വാങ്ങിച്ചോണ്ട് വരുവേ. ഇതെന്നാ അവിടുന്ന് വാങ്ങിച്ച മസാലയല്ല അല്ലേ? അല്ല, അവിടുന്ന് മേടിച്ചേ. മല്ലിയിലൊക്കെ ചേർത്തില്ല. മല്ലിയില മാത്രമേ ചേർത്തുള്ളൂ. ബാക്കിയെല്ലാം ഇവിടുത്തെ കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.